KSRTC എക്കാലവും കോടതിയെയും മനുഷ്യാവകാശ കമ്മീഷനുകളെയും ജുഡീഷ്യൽ സംവിധാനത്തെ മുഴുവനും കോമാളികളാക്കുക എന്നുള്ളൊരു നിലപാട് തുടർന്നു പോകുന്ന ഒരു സ്ഥാപനമാണ്. കാരണം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ബത്തേരി സ്വദേശിയായിട്ടുള്ള KSRTCയിലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നൽകിയിട്ടുള്ള ഒരു പരാതിയുടെ മറുപടി മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് KSRTC അയക്കുകയുണ്ടായി. അവിടെ ജീവനക്കാരുടെ ശമ്പളം, റണ്ണിംഗ് സമയം, ജീവനക്കാരുടെ മരണം തുടങ്ങിയ വിഷയങ്ങളാണ് ആ പരാതിയിൽ പ്രധാനമായിട്ടും പ്രതിപാദിച്ചിട്ടുള്ളത്. ജീവനക്കാരുടെ ശമ്പളം യഥാസമയം കൊടുക്കാത്തതിൻ്റെ കാരണം KSRTC പൊതുസമൂഹത്തോട് പറയുന്നതല്ല മനുഷ്യാവകാശ കമ്മീഷനോട് സൂചിപ്പിച്ചിരിക്കുന്നു. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. COVID-19 തുടർന്ന് KSRTC സർവീസ് നടത്തിപ്പ് നിശ്ചലാവസ്ഥയിലാകുകയും ലോക്ക്ഡൗൺ സർക്കാർ ക്രമേണ പിൻവലിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ബസ് സർവീസുകൾ ഘട്ടം ഘട്ടമായി ആരംഭിക്കുകയും പ്രതിമാസ വരുമാനം 200 കോടിയിലേറെ രൂപ ലഭിക്കുന്നുണ്ടെങ്കിലും അടിക്കടിയുള്ള ഇന്ധന വർധനവ്, സ്പെയർ പാർട്സിൻ്റെ വില വർധനവ്, ജീവനക്കാരുടെ മുടങ്ങിക്കിടന്നിരിക്കുന്ന ശമ്പള പരിഷ്കരണം നടത്തിയത് കൊണ്ടുണ്ടായ അധിക ബാധ്യത, മോട്ടോർ വാഹന അപകടങ്ങളെ തുടർന്നുണ്ടായ കേസുകളുടെ നഷ്ടപരിഹാരം നൽകുന്നതുകൊണ്ടുള്ള ബാധ്യത, മതിയായ വരുമാനം ലഭിക്കുന്നില്ല എങ്കിലും ഉൾനാടൻ മേഖലകളിലേക്ക്, ഉൾപ്രദേശങ്ങളിലേക്ക് താമസിക്കുന്ന ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള യാത്രാ സൗകര്യങ്ങൾ ഒരുക്കുന്നത് കൊണ്ടുവരുന്നുള്ള ബാധ്യത, വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഉള്ള കൺസെഷനുകൾ, ഭിന്നശേഷിക്കാർ തുടങ്ങിയ മറ്റുള്ള വിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ ഇവ നൽകുന്നത് കൊണ്ടാണ് KSRTCയിൽ യഥാസമയം ശമ്പളം കൊടുക്കുവാൻ സാധിക്കാത്തത് എന്നാണ് മനുഷ്യാവകാശ കമ്മീഷന് മുമ്പിൽ KSRTC അറിയിച്ചിരിക്കുന്നത്. ഇവിടെ രണ്ടാമതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം, ആ പരാതിയിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം KSRTC ജീവനക്കാരുടെ അടിക്കടി ഉണ്ടാകുന്ന മരണങ്ങളെക്കുറിച്ചാണ്. ആ മരണത്തിൻ്റെ കാരണം ചോദിക്കുകയാണ്. കാരണം ഇത്തരത്തിലുള്ള മരണം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്, ജീവനക്കാർ എങ്ങനെയാണ് രോഗികളായി മാറുന്നത്, ജീവനക്കാർ അകാലത്തിൽ മരണമടയപ്പെടുന്നതിൻ്റെ അളവ് KSRTCയിൽ മറ്റേത് വിഭാഗ ജീവനക്കാരേക്കാൾ കൂടുതലായി മാറുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ വിശദമായി അന്വേഷിക്കണം, വിദഗ്ധ സമിതിയെ അതിനുവേണ്ടി നിയോഗിക്കണം എന്നാണ് ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്നൊരു ഭാഗം. അവിടെയും KSRTC മനുഷ്യാവകാശ കമ്മീഷനെ വഞ്ചിക്കുകയും ചതിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് കാണുന്നത്. കാരണം അതിനുള്ള മറുപടിയായി മനുഷ്യാവകാശ കമ്മീഷനിൽ ചീഫ് ലാ ഓഫീസർ നൽകിയിരിക്കുന്ന ആ കത്തിൻ്റെ ആ ഭാഗം ഞാൻ വായിക്കാം. ഭൗതികവും ആരോഗ്യപരമായ സാഹചര്യങ്ങൾ പഠിക്കുന്നതിന് KSRTC പ്രൊഫസർ സുശീൽ ഖന്നയെ നിയോഗിക്കുകയും ശ്രീ സുശീൽ ഖന്നയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ KSRTC ജീവനക്കാരുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ ജീവനക്കാരെ ബോധവൽക്കരിക്കുന്നതിന് വിവിധ മെഡിക്കൽ ക്യാമ്പുകൾ നൽകിയിട്ടുള്ളതാണ്. തുടർന്ന് ഈ ക്യാമ്പുകൾ ഇനിയും സംഘടിപ്പിക്കും. ഇത് ഈ സുശീൽ ഖന്ന റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ജീവനക്കാർ മരിക്കുന്നത് സംബന്ധിച്ചുള്ളൊരു പഠനം, എന്തുകൊണ്ട് ജീവനക്കാർ ഇത്രയും രോഗികളായി മാറുന്നു എന്ന് സംബന്ധിച്ചുള്ളൊരു പഠനം നടത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് KSRTCയുടെ സർവീസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പരിഷ്കരിക്കുകയും KSRTCയുടെ ഭൗതികമായിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അത്തരത്തിൽ സുശീൽ ഖന്ന ഈ ജീവനക്കാരുടെ മരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് പുറത്ത് പ്രസിദ്ധീകരിച്ചിട്ടുമില്ല. ഏതായാലും മനുഷ്യാവകാശ കമ്മീഷനോട് KSRTC നുണ പറയുന്നു. ഈ സ്ഥാപനം തന്നെ ഒരു നുണ പറയുന്ന സ്ഥാപനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മനുഷ്യാവകാശ കമ്മീഷനിൽ ഈ പറഞ്ഞിരിക്കുന്ന ക്യാമ്പുകൾ ചില സ്ഥലങ്ങളിലൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ തന്നെയും KSRTCയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് ഒരു ക്ലിനിക്ക് പോലെ ഒരു ചെറിയൊരു ആശുപത്രി സെറ്റപ്പിൽ ഉണ്ടായിരുന്നൊരു മുറിക്കകത്ത് അവിടെ ഡോക്ടർക്ക് ശമ്പളം കൊടുക്കാഞ്ഞിട്ടാണോ എന്തോ ഇപ്പോൾ അവിടെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ജീവനക്കാരുടെ രോഗത്തെക്കുറിച്ച് പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ ചീഫ് ഓഫീസിലെ മേലാളന്മാരായിട്ടുള്ള ചില സുഖലോലുപതയിൽ ശീതീകരണ മുറിയിൽ കഴിയുന്ന മേലാളന്മാരായിട്ടുള്ള ഓഫീസർമാരെ വിളിച്ചു വരുത്തി അവരെ അവിടെ എങ്ങാണ്ട് ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി അവരുടെ ചികിത്സ നടത്തുകയും അവരുടെ പരിശോധന നടത്തുകയും ചെയ്തു. ഇവിടെ അടിസ്ഥാനപരമായി ജോലി ചെയ്യുന്ന ഡ്രൈവർ, മെക്കാനിക്കൽ, കണ്ടക്ടർ വിഭാഗങ്ങളുടെ യാതൊരു വിധത്തിലുള്ള രോഗവിവരങ്ങളെക്കുറിച്ച് പഠിക്കുവാനോ അന്വേഷിക്കുവാനോ ഇവർ തയ്യാറായിട്ടില്ല. ആ കാര്യങ്ങളിൽ പറയുന്നു, ആരോഗ്യപരമായ കാര്യങ്ങളിൽ ജീവനക്കാരെ ബോധവൽക്കരിക്കുന്നതിന് മെഡിക്കൽ ക്യാമ്പെന്നാണ്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ജീവനക്കാരെ ബോധവൽക്കരിക്കുന്നത് എങ്ങനെയാണ്? 12-14 മണിക്കൂർ ഒരു ഡ്യൂട്ടിയുടെ സമയം, കിലോമീറ്ററിലുള്ള റണ്ണിങ് സമയം കുറച്ച് കാണിച്ചുകൊണ്ട് 12-14 മണിക്കൂർ തുടർച്ചയായി ഒരു സിംഗിൾ ഡ്യൂട്ടിക്ക് വേണ്ടി ജീവനക്കാരെ കൊണ്ട് ജോലി എടുപ്പിക്കുകയും ഉറക്കമില്ലാതെയും തുടർന്ന് വിശ്രമമില്ലാതെയും അമിത സമയം ജോലി ചെയ്യേണ്ടി വരുന്ന ജീവനക്കാരനെ എങ്ങനെയാണ് ഇവന്മാർ ബോധവൽക്കരിക്കുക എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. ഏതായാലും ഹൈക്കോടതിയുടെ ഒരുപാട് ഉത്തരവുകൾ അതിനകത്ത് തന്നെ പറയുന്നുണ്ട്, ഈ ഡ്യൂട്ടി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഇത്രയധികം കേസുകൾ കോടതിയിൽ നിലനിൽക്കുന്നു എന്നാണ്. അത് മനുഷ്യാവകാശ കമ്മീഷനോട് ഒരു വെല്ലുവിളിയാണ്. കാരണം ഈ കേസെല്ലാം ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളതാണ്.
അതുകൊണ്ട് ഇതിനെക്കുറിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ പ്രത്യേകിച്ച് അന്വേഷിക്കേണ്ട കാര്യമൊന്നും ഇല്ലടാവുകയെ എന്നുള്ളൊരു ടോണിലുള്ളൊരു മറുപടിയാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതായത് കോടതിയുടെ ഒരു കോടതി വിധി വന്നാൽ തന്നെ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഓഫ് കോർട്ട് കോടതി അലക്ഷ്യത്തിനുള്ള ഇത് ലഭിച്ചിട്ടുള്ളൊരു സ്ഥാപനം KSRTC ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഏതൊരു കേസിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു വിധി ഇട്ടാലും ആ വിധിയെ സംബന്ധിച്ചുള്ള ബാക്കി ഒരു കാര്യങ്ങളിലും തുടർ നടപടി ഉണ്ടാകുകയില്ല. തുടർന്ന് ഈ വിധി വാങ്ങിച്ചിട്ടുള്ള വ്യക്തി കണ്ടന്റ് ഓഫ് കോർട്ടിന് പോയാൽ മാത്രമാണ് ഈ പേപ്പർ അനക്കുന്നത്. അതുകൊണ്ട് നീതിന്യായ വ്യവസ്ഥയെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് കോടതികളെ അവഹേളിച്ചുകൊണ്ട് ഇത്തരം ജുഡീഷ്യൽ പവറുള്ള മനുഷ്യാവകാശ കമ്മീഷൻ പോലെ എല്ലാ ആളുകളും ബഹുമാനിക്കുകയും ആദരവോടുകൂടി നോക്കിക്കാണുകയും നീതിക്ക് വേണ്ടി ചെല്ലുകയും ചെയ്യുന്ന മനുഷ്യാവകാശ കമ്മീഷനെ പോലും വിഡ്ഢികളാക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ പുച്ഛിച്ചു തള്ളുന്ന നിലപാടാണ് KSRTC ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് ഈ മറുപടി കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നീതിപീഠം KSRTCയുടെ കാര്യത്തിൽ കർശനമായ നിലപാട് എടുക്കും എന്നാണ് ഇവിടുത്തെ സാധാരണ ജനങ്ങളും ജീവനക്കാരും പ്രതീക്ഷിക്കുന്നത്. മരണത്തിലേക്ക് ജീവനക്കാർ പോകുമ്പോഴും ആ മരണം ആസ്വദിക്കുന്ന ഒരു പ്രക്രിയയിലേക്കാണ്, അല്ലെങ്കിൽ ആ ജീവനക്കാരുടെ മരണത്തെ ആഹ്ലാദിക്കുന്ന ഒരു പ്രക്രിയയാണ് മാനേജ്മെൻറ്റ് ഇവിടെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ ലോ ഓഫീസറുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള മറുപടിയിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. Thank you.